ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 2026 ഈ വർഷത്തെ നിങ്ങളുടെ മികച്ച മാസം ആക്കുന്നതിനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് ആണ്. അപ്പോൾ ഇത് കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെബ്രുവരി മാസം ഈ വർഷത്തെ ഒരു മികച്ച മാസം തന്നെ ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് തമ്മിൽ 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഇവിടെയുണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങളുടെ കറണ്ട് റിയാലിറ്റിയുമായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് സെക്ഷനിലോ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം. ഈ ഫെബ്രുവരി മാസം മികച്ചതാക്കുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫെബ്രുവരി 2026 ഈ വർഷത്തെ മികച്ച മാസമാക്കുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫെബ്രുവരി 2026 ഈ വർഷത്തെ മികച്ച മാസമാക്കുന്നതിന് ഗ്രൂപ്പ് 1 എന്താണ് ചെയ്യേണ്ടത്? ഗ്രൂപ്പ് 1ന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ. ഓക്കെ, നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് 9 ഓഫ് കപ്സ് ആണ്. പിന്നെ പേജ് ഓഫ് കപ്സ്, ടെമ്പറൻസ്. നിങ്ങളോട് ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർഡ് കൂടെ എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ. ക്ലാരിഫൈ ചെയ്ത് ടെമ്പറൻസ്. തൊട്ടടുത്ത വീട്ടിൽ പണി നടക്കുന്നുണ്ട്. അവരുടെ പണി അവസാനിച്ച് ഞാൻ റീഡിംഗ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സമയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വർക്കിൻ്റെ ശബ്ദമൊക്കെ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ എന്താ പറയുക, നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഒരു മൈക്ക് വാങ്ങാൻ ഉള്ള ഒരു ഇൻകം എനിക്കായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഫോണിൻ്റെ നമ്മുടെ ഇയർഫോൺ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ പലരും ശബ്ദം കുറവാണ് എന്ന് ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. ഉറക്കെ തന്നെയാണ് ഞാൻ സംസാരിക്കുക റെക്കോർഡ് ചെയ്യുമ്പോൾ. അപ്പോൾ പരമാവധി ഇയർഫോൺ വെച്ച് കേൾക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഒരു ഗൈഡൻസ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സ്പീക്കറിലിട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ പതറിപ്പോവാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഒരു മൈക്കല്ല ഉപയോഗിക്കണേ. അപ്പം അതിൻ്റെതായ ഒരു എന്താ പറയുക ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കേണ്ടത് ഈ ഫെബ്രുവരി മാസം മികച്ചതാക്കുന്നതിൽ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, 9 ഓഫ് കപ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം കണ്ടെത്തണം. ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നതിന് ശേഷം സന്തോഷിക്കാം എന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് അതിനർത്ഥം ആഗ്രഹം നടക്കില്ല എന്നല്ല, പക്ഷെ ആ ഒരു അങ്ങനെ ചിന്തിക്കുന്നതുണ്ടല്ലോ, അതൊരു ലാക്ക് എനർജിയാണ്. എനിക്കിപ്പോൾ സന്തോഷമില്ല എന്നാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നത്. നിങ്ങൾ ആ എനർജിയിലാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ആനന്ദം തരുന്ന കാര്യങ്ങൾ, സമാധാനം തരുന്ന കാര്യങ്ങൾ, അതെന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അത് കണ്ടെത്തുമ്പോൾ ആ ഒരു അനുഭവം നൽകിയതിന്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയതിന്, ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു സംഭാഷണം നടന്നതിന്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു വാർത്ത കേട്ടതിന് ഒക്കെ യൂണിവേഴ്സിനോട് നന്ദി പറയാം. അപ്പോൾ ഏതൊരു അനുഭവമാണോ അല്ലെങ്കിൽ ഏതൊരു എനർജിയാണോ നിങ്ങൾക്ക് ആ ഒരു സന്തോഷവും ആനന്ദവും ഒരു സമാധാനവും ഒക്കെ കൊണ്ടു തന്നത്, അത് ആ ഒരു എനർജീനെ അതെന്താണെന്ന് എടുത്ത് പറഞ്ഞിട്ട് യൂണിവേഴ്സിനോട് എന്ത് ചെയ്യാൻ നന്ദി പറയാം. അങ്ങനെ അത് ജേർണലിംഗ് വേണമെന്നല്ല, അവിടെ ഫുൾ ടൈം നമ്മുടെ മനസ്സിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജി ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ ലൈഫ് ഓരോ ദിവസവും ആ ഓരോ ദിവസത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ പറയുന്നു. ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കരുത് എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്വാർത്ഥരാകുക എന്നല്ല. ഓക്കെ, നിങ്ങളുടെ മനസ്സിന്റെ സമാധാനവും സന്തോഷവും ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ആ ഒരു മനസ്സിലുള്ള ഒരു ഗുഡ് ഫീലിങ്സ് ഉണ്ടല്ലോ, ഒരു പോസിറ്റീവ് എനർജി,
അതിനെ തല്ലിക്കെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളിൽ കൂടുതൽ ടെൻഷൻ, ഭയം, ഒക്കെ ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, ഒക്കെ എനർജീസ് ഇൻ ജനറൽ, അതിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. അവിടെയാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കറിയാം ചില വ്യക്തികളോട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് സുഖകരമായിരിക്കില്ല. കാരണം അവരുമായിട്ടുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ആലോചിച്ചറിയാം. അവിടെ നിങ്ങൾക്ക് വിഷമിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങളെ ഫ്രസ്ട്രേറ്റഡ് ആക്കിയിട്ടുണ്ട് അവര്. അപ്പൊ അങ്ങനത്തെ ഒരാളെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ അത് ഒഴിവാക്കുക. മനസ്സിലായില്ലേ? ഒഴിവാക്കുക. അങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഈ പറയുന്ന എനർജീസ്, ഇതൊക്കെ ഒരു ലോ വൈബ്രേഷണൽ എനർജീസ് ആണെന്ന് മനസ്സിലാക്കുക. അത്തരം എനർജീസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? ഒഴിഞ്ഞു നിൽക്കുക, ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ സന്തോഷം കണ്ടെത്തി, സമാധാനം കണ്ടെത്തി ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അതോടൊപ്പം വളരെ പേഷ്യൻ്റ് ആയിരിക്കുക. ഏതൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പെർഫെക്റ്റ് ടൈം, ആ ഡിവൈൻ ടൈമിങ്ങിലേ സംഭവിക്കുള്ളൂ. പക്ഷെ അത് സംഭവിച്ചിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. സംഭവിക്കാവോ എന്നല്ല, അത് സംഭവിച്ചിരിക്കും, പക്ഷെ അത് സംഭവിക്കാൻ അതിന്റെ റൈറ്റ് ടൈം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക, ക്ഷമയോടെ ആയിരിക്കുക. ഓക്കെ. എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് വേണം? വളരെ ആത്മവിശ്വാസത്തോടെയാണ് പരിശ്രമിക്കുക. അത് ഞാൻ എന്തായാലും ഇത് നേടിയെടുത്തിരിക്കും എന്ന വിശ്വാസത്തോടെയാണ് ഏതൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ച് തുടങ്ങാൻ തന്നെ. അത് കിങ് ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ, ആ മനസ്സിൽ ഫസ്റ്റ് ഒരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സ്വപ്നം ഉണ്ടാകുമ്പോൾ ആദ്യം കിങ് ഓഫ് വാൺസിന്റെ മനസ്സിലേക്ക് വരുന്നത് അത് എൻ്റെ സ്വന്തമാണ് എന്നുള്ളതാണ്. അത് ഞാൻ നേടിയെടുത്തിരിക്കും, വിജയകരമായിട്ട് ഞാൻ അത് നേടിയെടുത്തിരിക്കും. അത്രയും ആത്മവിശ്വാസമാണ് കിങ് ഓഫ് വാൺസിന് അവരുടെ കഴിവുകളിൽ. അത് തന്നെയാണ് നിങ്ങളിലും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു മാസം നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നതിൽ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിച്ച്, ട്രസ്റ്റ് ചെയ്ത്, സറണ്ടർ ചെയ്ത്, ആ ഒരു ജീവിതത്തിന്റെ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകുക. വളരെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കുക. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫെബ്രുവരി 2026 മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 1 എന്താണ് ചെയ്യേണ്ടത്? Clarify the page of swords. Clarify the 10 of wands. Clarify the king of cups. Okay. Underlying energy, queen of cups. Okay. Of course. ഇത് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് പറയണേ. ഓക്കെ. ഇറ്റ് ക്യാൻ ബി ലൈക്ക് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമായിരിക്കാം. അല്ലെങ്കിൽ എനിക്കൊരു കൺഫർമേഷൻ വേണം, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. എനിക്ക് ചില സമയങ്ങളിൽ മെസ്സേജസ് വളരെ കൺഫ്യൂസ് ചെയ്യും എന്നെ. ഓക്കെ, അത് ഒരു പക്ഷെ ചിലപ്പോൾ അത് മുഴുവനായിട്ട് നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലാത്തതായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് പല സമയങ്ങളിലും ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ പല സമയങ്ങളിലും എനിക്ക് ചില മെസ്സേജസ് എനിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇതെന്ത് ഞാൻ ഈ പറയണേ എന്നൊക്കെ തോന്നും. പക്ഷെ അത് നിങ്ങൾ പിന്നെ നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ നോക്കുമ്പോൾ പറയും വളരെ അക്യുറേറ്റ് ആയിരുന്നു, കേട്ടവർ പറയും വളരെ അക്യുറേറ്റ് ആയിരുന്നു. അപ്പോഴാണ് നമ്മളത് ഓക്കെ, പല കാര്യങ്ങളും അവിടെ ഒരു ടാരോ റീഡർ എന്ന നിലയിൽ പലപ്പോഴും ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അത് എത്രത്തോളം കിട്ടുന്ന മെസ്സേജസ് എന്താ പറയണ്ടേ, റെസനേറ്റിംഗ് ആവുന്നു എന്നുള്ളത് ഞാൻ പോലും അറിയാതെ ചിന്തിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ചിന്തിച്ചു പോകുന്നുണ്ട്. അത് പാടില്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നത് ഇങ്ങനത്തെ ചില അവസരങ്ങളിലാണ്. അപ്പം അതുപോലെ ചില മെസ്സേജസ് വളരെ സ്പെസിഫിക് ആയിരിക്കും, ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കും. അപ്പം ആ സമയങ്ങളിൽ ഞാൻ ഡെഫിനറ്റ്ലി കൺഫർമേഷൻ ചോദിക്കുന്നതാണ് യൂണിവേഴ്സിൻ്റെ അടുത്ത് നിന്ന്. ഓക്കെ, അപ്പം ഇല്ലാത്തത് നിങ്ങളോട് പറയരുതല്ലോ. അക്യുറേറ്റ് ആണെന്ന് എനിക്ക് അത്രയും ഉണ്ടാകുന്ന മെസ്സേജസ് തന്നെയാണ് ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം എന്നിൽ വരികയാണെങ്കിൽ അപ്പോൾ അവിടെ ഞാൻ യൂണിവേഴ്സിൻ്റെ നിന്ന് കൺഫർമേഷൻ ചോദിക്കുക. അതനുസരിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, കാരണം നമുക്ക് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്, അതായത് ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി. ഒരു പുതിയ തുടക്കത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇൻ ദ സെൻസ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ ഇതുവരെ കണ്ടുമുട്ടാത്തവരോടാണ് പറയണത് കേട്ടോ. ആ വ്യക്തിയെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു.
ഇപ്പൊ നിങ്ങൾ എന്താ പറയണ്ടേ, യെസ്, ഇത് പ്രത്യേകിച്ച് സിംഗിൾസിലുള്ള ഒരു മെസ്സേജ് ആണ്. ഇത് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. ഇത് കുറച്ച് നാളേക്ക് വന്ന് നിങ്ങളെ ഒരു പാഠം, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള ഒരു ജീവിത പാഠം പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഈ ജന്മത്തിലേക്കായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള വ്യക്തിയാണ്. അവരുടെ കടന്നുവരവാണ് നമുക്ക് ഈ ഒരു മാസത്തില് സാധ്യത, വളരെ പോസിബിലിറ്റി ഉണ്ട് ആ ഒരു വ്യക്തി കടന്നു വരുന്നതിന്. ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്താ യൂണിവേഴ്സ് പറയണതെന്ന് വെച്ചാല്, ഇങ്ങനൊരു യൂണിയന് പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ മാസത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ജാനുവരി അവസാനത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും ഹോൾഡ് ഓൺ ചെയ്യുന്ന, ഓക്കെ, കൈവിട്ട് കളയാത്ത ചില പാസ്റ്റ് എനർജീസ് ഉണ്ട്. നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. അതെന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അത് ഇപ്പോഴും നിങ്ങൾ അതിനോട് അത്രയും അറ്റാച്ച്ഡ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് കോൺഷ്യസ്ലി നിങ്ങൾ എനിക്കതൊന്നും കുഴപ്പമില്ല, അത് എത്രയോ മുന്നേ നടന്നതാ, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ കൺസേൺഡ് അല്ല എന്നായിരിക്കാം. പക്ഷെ സബ് കോൺഷ്യസ്ലി ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പേഴ്സണോട് അറ്റാച്ച്ഡ് ആയിരിക്കാം. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇത് അതായത് യൂണിവേഴ്സ് നിങ്ങളെ ഒരു നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇന്നർ നോയിങ് ഉണ്ടാവുന്നത്, ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നല്ല നിങ്ങൾ അറിയണേ, യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയിച്ചു തരുന്നത്, ഈ വ്യക്തി അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നിന്ന് നീ പൂർണ്ണമായിട്ടും കടന്നു പോന്നിട്ടില്ല, മൂവ് ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളത്. അതെന്തിനാ കാണിച്ചു തരണേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനായിട്ട്, അത് റിലീസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് കാണുമ്പോൾ എത്രയും പെട്ടെന്ന് കോഡ് കട്ടിങ് മെത്തേഡൊക്കെ ചെയ്യാം. അത് വളരെ എഫക്റ്റീവ് ആണ്. ഓക്കെ, ചെയ്യുക. അവിടെ ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ റിലീസിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. വളരെ അത്യാവശ്യമാണ്. കാരണം അത് അപ്പോൾ അനാവശ്യമായിട്ട് നിങ്ങൾക്ക് ഭാരമായിരിക്കുന്ന, ഓക്കെ, നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇൻ ജനറൽ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് ഭാരം തന്നിട്ടുള്ള, നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ വേദന തന്നിട്ടുള്ള, നിങ്ങളുടെ ആ ഒരു ജീവിതത്തിനെ ദുഷ്കരമാക്കിയിട്ടുള്ള ചില എനർജീസ് ഉണ്ട്. അത് ഇപ്പോഴും, അതിൽ ചിലത് ഇപ്പോഴും നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും അത് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, അതിനെ വിട്ട് കളയേണ്ടതാണ്, പക്ഷെ അത് ഇപ്പോഴും അറ്റാച്ച്ഡ് ആണ്. അത് വിട്ട് കളയുമ്പോഴേ നിങ്ങൾ പൂർണ്ണമായിട്ടും സ്വതന്ത്രരാവുകയും ഈ വരുന്ന പുതിയ എനർജി, അതായത് നിങ്ങളുടെ കൗണ്ടർ പാർട്ട്, അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾക്ക് സ്വീകരിക്കാനും പറ്റൂ. ഓക്കെ, അല്ലെങ്കിൽ ഇത് ശരിയാണ്, നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആണെങ്കിൽ പോലും ആ റിലേഷൻഷിപ്പ്, ആ ഒരു ജേർണി അത്ര സ്മൂത്ത് ആയിരിക്കില്ല. പ്രത്യേകിച്ച് ആ ഒരു യൂണിയൻ വരെയുള്ള ജേർണി ഒട്ടും സ്മൂത്ത് ആയിരിക്കില്ല. കാരണം നിങ്ങൾ ഹീൽഡ് ആയിട്ടില്ല, നിങ്ങൾ ഇപ്പോഴും കംപ്ലീറ്റ്ലി ഫ്രീ അല്ല പാസ്റ്റ് എനർജീസിൽ നിന്ന്. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 9 ഓഫ് വീൽസ് എന്താ പറയുന്നത് വെച്ചാൽ, പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. അഗെയിൻ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യൂ. പ്രത്യേകിച്ച് ലവ് ലൈഫിൽ നിങ്ങളുടെ സന്തോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം, നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്നത് തിരിച്ചറിഞ്ഞ്, നിങ്ങളുടെ വർത്ത് തിരിച്ചറിഞ്ഞ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാനാണ് പ്രത്യേകം പറയുന്നത്. സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് കാണുന്നു. സ്വയം നെഗ്ലക്ട് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാകാം, അത് പാടില്ല. ഓക്കെ, clarify the strength. Okay, clarify the 10 of wheels. Okay, ഓക്കെ, നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഇവിടെ ലാസ്റ്റത്തെ ഈ ഒരു മെസ്സേജ് കാണുന്നത്. ഒരു ബ്രാൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഈ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നതിന്, അല്ലെങ്കിൽ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുന്നതിന് നിങ്ങൾക്കൊരു അവസരം ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ അവിടെ നിങ്ങളായി ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് കാർഡ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ കുറിച്ചും നിങ്ങളുടെ കേപ്പബിലിറ്റീസിനെ കുറിച്ച്, നിങ്ങളുടെ അറിവുകളെ കുറിച്ച് പൂർണ്ണ ബോധ്യം ഉണ്ടായിക്കൊണ്ട് നിങ്ങളായി തന്നെ ഇരിക്കേണ്ടത് ഈ ഒരു അധ്യായത്തിലേക്ക് കടക്കുന്നതിന് അത്യാവശ്യമാണ്, അനിവാര്യമാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, അപ്പോഴേ ആ ഒരു എന്താ പറയാ ഓപ്പർച്യൂണിറ്റിയുടെ എല്ലാ ഗുണങ്ങളും, അതിൽ നിന്ന് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും. ഓക്കെ, അതിനൊരു ജനറേഷണൽ വെൽത്ത് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. ലോങ് ടേമിലത്തെ കാര്യമാണ് പറയണേ. ഓക്കെ, പക്ഷെ അതിലേക്ക് കടക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒത്തന്റിക് ആയിരിക്കുക, നിങ്ങളായി ഇരിക്കുക, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പൊ അതിന് നിങ്ങൾ ശ്രമിക്കുക.
നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് നിങ്ങളെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അതായത് നെഗറ്റീവ് സെൻസിൽ നിങ്ങൾക്ക് അങ്ങനെ കുറവുണ്ട്, ഇങ്ങനെ കുറവുണ്ട്, ആ കഴിവില്ല, ഈ കഴിവില്ല, അവരൊക്കെ പറഞ്ഞത് ശരിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അത് മാറ്റിയെടുക്കണം. കോൺഫിഡൻസ് കുറവ്, ഓക്കെ, ഇൻസെക്യൂരിറ്റീസ്, എന്നെ കൊണ്ട് അത് സാധിക്കില്ല എന്നൊരു തോന്നൽ, ഇതൊക്കെ വളരെ ശക്തമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നു. അത് നിങ്ങൾ മാറ്റുക. അത് നിങ്ങൾ മാറ്റിയേ പറ്റൂ. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒതന്റിക് ആയിട്ട് ഇരിക്കാൻ സാധിക്കൂ. ഓക്കെ, നിങ്ങളുടെ കഴിവുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളായി തന്നെ ഇരിക്കാൻ സാധിക്കും. അപ്പോഴാണ് ഈ ഒരു അവസരം വരുമ്പോൾ അതിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു അധ്യായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കുമ്പോൾ, നിങ്ങളുടെ കരിയറിൽ ആ ഒരു അധ്യായം തുടങ്ങുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വിജയകരമായിട്ട് പ്രവേശിക്കാൻ സാധിക്കൂ. അപ്പോഴേ അതിൽ നിന്നുള്ള ഗുണം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ ഈ ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസി നിങ്ങളിൽ കാണുന്നു. അതിനെ കണ്ടു. വേണ്ടാത്ത ചിന്തകൾ ഇങ്ങനെ പേറി നടക്കാന്ന് പറയില്ലേ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ കടന്നു വന്നിട്ടുള്ള വഴി എത്ര ദുഷ്കരമായിരുന്നു എന്നുള്ളത്. അത് കടന്നു വന്നു എന്നുള്ളത് തന്നെ നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ധൈര്യം, അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിനെ വളരെ നിസ്സാരവത്കരിക്കുന്നു. ഇത് ഇത്ര വലിയ കാര്യമില്ല, എല്ലാവരും ഇതുപോലെ, ഇതൊക്കെ എന്നിട്ട് ഇത്ര വലിയ പറയാനുള്ളത്. ചിലവർക്കൊന്നും അത് താണ്ടാനേ പറ്റില്ല. ചിലർ അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ളപ്പോഴാണ് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത്. ചിലവര് ആ ജീവൻ തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് പറ്റുന്നില്ല, അവർക്ക് അതിനുള്ള ധൈര്യം ഇല്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് അത്ര ശക്തിയില്ല മുന്നോട്ട് പോവാൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കടന്നു വന്ന വഴി നിങ്ങൾക്ക് ചിലപ്പോൾ ലളിതമായി തോന്നുന്നത്, നിങ്ങൾ അത്രയും മനസ്സുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് അത്ര വലിയ പ്രശ്നമൊന്നും പറയാനില്ല എന്ന് തോന്നുന്നത്. ഓക്കെ, പക്ഷെ അത് നിങ്ങൾ കടന്നു വന്ന വഴി അത്രയും ഇന്റൻസ് ആണ് എന്ന് മനസ്സിലാക്കുക, അത്രയും ദുഷ്കരമായിരുന്നു എന്ന് മനസ്സിലാക്കുക, നിങ്ങൾ അത് കടന്നു വന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അതൊക്കെ താണ്ടി തരണം ചെയ്ത് നിങ്ങൾ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ആ ഫൈനൽ പോയിന്റിൽ. അതായത് ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിന്റെ അവസാന ഘട്ടത്തില്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പുതിയ ചാപ്റ്ററാണ്. അപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റ് ഓവർ തിങ്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനെ ഇല്ലാണ്ടാക്കരുത്. ഓവർ തിങ്ക് ചെയ്ത് നിങ്ങളാകെ ഒന്നും കൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ പോയി. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി വന്നാൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ ഒരു ധൈര്യം ഉണ്ടാവില്ല. നിങ്ങൾ അതിനെ റിജക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിലെ ഒരു ആക്ഷൻ എടുക്കാതിരിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങളുടെ ഭാവിയെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇൻറ്റ്യൂറ്റീവ്ലി അറിയാം നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ്, നിങ്ങൾ എത്രത്തോളം നിങ്ങളിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ കടന്നു വന്ന വഴി എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഇൻറ്റ്യൂറ്റീവ്ലി അറിയാതെ നിങ്ങൾ വിശ്വസിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഗൈഡൻസ്, മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഫെബ്രുവരി 2026 ഏറ്റവും മികച്ചതാക്കുന്നതിന്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം പുതിയ 2 റീഡിങ്സ് ഞാൻ പേഴ്സണൽ റീഡിംഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ആരാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന വിഷയത്തിലും, രണ്ടാമത്തേത് നിങ്ങളുടെ കരിയറിൽ അടുത്തത് എന്താണ് എന്നതിനെ സംബന്ധിച്ച വിഷയത്തിലുമാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും വളരെ വിശദമായിട്ടുള്ള റീഡിംഗ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിന്റെ ഇടയിൽ ചർച്ച ചെയ്യുന്നതാണ്. ബുക്ക് ചെയ്ത രണ്ടാമത്തെ ദിവസം, അതായത് ബുക്ക് ചെയ്ത ദിവസം വിട്ട് രണ്ടാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഈ റീഡിങ്സ് കിട്ടുക. ബാക്കി ഡീറ്റെയിൽസ് ഓരോ റീഡിങ്ങിലും എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച ഡീറ്റെയിൽസും കോൺടാക്ട് ഇൻഫർമേഷനും എല്ലാം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവരെ ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകൾ നേരുന്നു. വളരെ മികച്ച ഒരു ഫെബ്രുവരി 2026 ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2. ഇപ്പൊ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്ക്, ഓക്കെ, ഇവിടെ മുകളിൽ സ്ട്രെങ്ത് കാർഡ് ആയിരുന്നിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. എന്തുകൊണ്ടോ ഞാൻ ഈ ഡെക്ക് എടുത്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഷഫിൾ ചെയ്യാൻ തോന്നിയപ്പോൾ ഞാനതിങ്ങനെ ഷഫിൾ ചെയ്ത് പോയിട്ട് പിന്നെ കളിച്ച് അയ്യോ ഷഫിൾ ചെയ്യാൻ ഞാൻ റീഡിങ് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയില്ലല്ലോ എന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് എംപറർ കാർഡ് ലാസ്റ്റ് വന്നിങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ എന്താ പറയാ സ്റ്റാർട്ടിങ്ങിൽ കണ്ട കാർഡല്ല എപ്പോഴും മുകളിൽ കാണുന്ന, ഇതാണ് കാരണം. അപ്പോൾ പക്ഷേ ഈ ഒരു ഡെക്ക് അല്ലെങ്കിൽ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഫെബ്രുവരി 2026 നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാസമാക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്. ഏസ് ഓഫ് വാൻസ്. ഓക്കെ, പുതിയ അവസരങ്ങളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളൊരു എനർജിയാണ്, അതായത് അപ്രതീക്ഷിതമായി കിട്ടുന്ന അവസരങ്ങളെ. ക്ലാരിഫൈ ദ ഏസ് ഓഫ് വാൻസ്. 6 of Cups. Clarify the 6 of Cups. 6 of Pentacles.
Clarify the Six of Pentacles. The World. Okay. Knight of Pentacles. Wow. നല്ലൊരു എനർജി ആയിട്ട് കാണുന്നു. അതായത് നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ ഈ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ടൊരു അവസരം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പർ ത്രൂ ആയിരിക്കാം. ഈ ഫാമിലി മെമ്പർ നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പർ ആണെന്ന് കാണുന്നു. ഓക്കെ, സോൾ ഫാമിലി മെമ്പർ ആണെന്ന് കാണുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിലാണ് മിക്കതും ഇവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവരായിട്ട് നിങ്ങൾക്കൊരു എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നുണ്ട്. അവിടെയാണ് അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അവസരം നൽകുന്നുണ്ടായിരിക്കാം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നത് അത് നിങ്ങൾക്കൊരു ഔദാര്യമായിട്ട് കിട്ടുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ അത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് പറയണേ, അതൊരു ഔദാര്യമായിട്ടല്ല വരണേ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അതിന് അർഹതയൊന്നുമില്ല, പക്ഷെ സഹതാപം കൊണ്ട് തരുന്നു. ആ ഒരു തോന്നൽ വേണ്ട. നിങ്ങൾക്ക് അത്രമേൽ അർഹിക്കുന്ന, ഓക്കെ, നിങ്ങൾ വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, ഫാമിലി മെമ്പർ എന്നാണ് എനിക്ക് കിട്ടുന്നത്. അത് എന്താ പറയാ, യെസ്, അതാണ് കൂടുതൽ എനിക്ക് കിട്ടുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ ഈ പറഞ്ഞ ചിലവർക്ക് ഇതൊരു കുടുംബാംഗം എന്നുള്ള ഒരു എനർജി, കുടുംബത്തിന്റെ, അതായത് ചിലപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടാവില്ല ഇപ്പൊ കുറച്ച് നാളായിട്ട്. ഓക്കെ, അങ്ങനെ ഒട്ടും കോണ്ടാക്ട് ഇല്ലാത്ത ഒരാളായിരിക്കും ഫെബ്രുവരിയിൽ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആരെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സമയവും കിട്ടുന്നു. അവിടെയാണ് അവർ ഈ ഒരു ഓഫർ നടത്തുന്നത്. ഓക്കെ, അവർ ഈ ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള വഴി അല്ലെങ്കിൽ ആ പുതിയ അധ്യായം തുറക്കുന്നതിനുള്ള ഒരു താക്കോൽ നിങ്ങൾക്ക് നൽകുന്നത് അവരായിരിക്കാം. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ന്യൂ പേഴ്സൺ ആണ്. അതായത് നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളാണ്, പക്ഷെ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആണ്. മനസ്സിലായോ? നിങ്ങളെക്കാൾ മുതിർന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട്, നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആണ് എന്ന് കാണുന്നു. അവരാണ് നിങ്ങൾക്ക് ഈ ഒരു താക്കോൽ തരുന്നത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, വളരെ അൺഎക്സ്പെക്റ്റഡ് എനർജി ഉണ്ട് ഇവിടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് അർഹിക്കുന്നതാണ്, ഇത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ ഇത് ഒരിക്കൽ പോലും നിങ്ങൾ ഇത് എന്താ പറയാ, ഇത് എനിക്ക് പറ്റുമോ, ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ജൂനിയർ പൊസിഷൻ ആയിരിക്കും. ഇതല്ല ഞാൻ ഡിസേർവ് ചെയ്യുന്നത്, ഡെഫിനറ്റ്ലി ഇതല്ല നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു പുതിയ ഫേസ്, അത് ഏതൊരു മേഖലയിലാണോ ഈ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നത്, ആ ഒരു മേഖലയിൽ നിങ്ങൾ കടക്കാൻ പോകുന്ന ഒരു പുതിയ ഫേസ് ഉണ്ട്, ഒരു ഘട്ടം ഉണ്ട്, അത് നിങ്ങൾ അർഹിക്കുന്നതാണ്. ഓക്കെ, അതിലേക്ക് എത്താൻ ഒരു മാർഗമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ജൂനിയർ, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ കരിയർ ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു ജൂനിയർ പൊസിഷൻ ആണ് എന്ന് വിചാരിക്കൂ. അതുകൊണ്ട് അതിനെ വേണ്ടാന്ന് വെക്കരുത്. ഓക്കെ, അതിന്റെ പൊട്ടൻഷ്യൽ ആണ് നോക്കേണ്ടത്. അതിലൂടെ നിങ്ങൾ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണോ ഈ ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരം വരുന്നത്, അവിടെ അതുവരെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നിന്ന് നിങ്ങൾ മുഴുവനായിട്ട് അത് അവസാനിച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി പുതിയ ഒരു ഘട്ടത്തിലേക്ക് കടക്കാണ്. ഒരുപാട് സന്തോഷങ്ങളും വിജയങ്ങളും ആഘോഷങ്ങളും ഒക്കെ നിറഞ്ഞ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ജേർണിയാണിത്. ഓക്കെ, നിങ്ങൾ ഇത്രയും നാളും വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം പ്രത്യേകിച്ച് കരിയറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കാം. അത് നേടിയെടുക്കുന്നതിന് നിങ്ങൾ ചിലപ്പോൾ കാലങ്ങളായിട്ട് പരിശ്രമിക്കുന്നതായിരിക്കാം. അതിന്റെ റിസൾട്ട് ആണിത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, clarify the Three of Cups. Death. Clarify the death. Clarify the Hierophant. ഓക്കെ, അപ്പോ രണ്ടാമതായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ഫെബ്രുവരി മാസത്തിലെ നിങ്ങളുടെ ഒരു സുഹൃത്ത് ബന്ധം, ഒരു സുഹൃത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവര് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി, നിങ്ങൾക്കും അവർക്കിടയിൽ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഒരു അവസാനം ഉണ്ടായിട്ടുണ്ട്. ആ അവസാനം എന്താ പറയണ്ടേ, മാറി അവിടെ വീണ്ടും ഒരു ചാൻസ് കിട്ടുകയാണ്. വീണ്ടും തുടങ്ങാൻ, കാര്യങ്ങളൊക്കെ ഒന്നിൽ നിന്ന് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു രണ്ടാമതൊരു അവസരം നൽകുന്നതായിട്ട് കാണുന്നു ഫെബ്രുവരി മാസത്തില്. അങ്ങനെ ഒരു അവസരം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് എന്താ പറയുന്നത് വെച്ചാൽ അത് എംബ്രേസ് ചെയ്യാൻ പറയുന്നു, അതിനെ സ്വീകരിക്കാൻ പറയുന്നു. ഓക്കെ, കാരണം ഇത് ലോങ് ടേമിലേക്കാണ് പോവുക. ഈ ഒരു പർട്ടിക്കുലർ റിലേഷൻ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലോങ് ടേമിലേക്കായിരിക്കും.
ഇപ്രാവശ്യം അത് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ്, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഓക്കെ, അത് കൂടുതൽ സ്ട്രോങ് ആകുന്നു. മാത്രമല്ല നിങ്ങളുടെ ഗ്ലോ അപ്പിലേക്കാണ് നയിക്കുന്നത്. നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് ഉണ്ടാവുന്നുണ്ട് ഈ ഫ്രണ്ട്സിലൂടെ. ഓക്കെ, നിങ്ങൾക്ക് കാര്യമായിട്ടൊരു ഗ്ലോ അപ്പ് ഉണ്ടാവുന്നു. നിങ്ങൾക്കത് പോസിറ്റീവാണ്, നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആണ്. നിങ്ങളുടെ ലൈഫിൽ കുറെ എക്സൈറ്റ്മെന്റ്, കുറെ ഒരു എന്താ പറയാ, പുതിയ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജി വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് ത്രൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സൗഹൃദത്തിൽ സെക്കൻഡ് ചാൻസ് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി, ഇപ്പം വളരെ ഗ്രേവ് മിസ്റ്റേക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ കാര്യമല്ല പറയണേ കേട്ടോ, ഇത് അങ്ങനെയല്ല എനിക്ക് ഫീൽ ചെയ്യണേ. ചില കാരണങ്ങൾ കൊണ്ട്, അത് വലിയ അത്ര ഭീകരമായ കാരണങ്ങളൊന്നുമില്ല, പക്ഷെ അവസാനിച്ചു പോയ ചില ബന്ധങ്ങൾ, അതിൽ ഈ രണ്ടാമതൊരു അവസരം, രണ്ടാമതൊരു തുടക്കത്തിന് യൂണിവേഴ്സ് ഒരു അവസരം തരുന്നുണ്ട് ഫെബ്രുവരി മാസത്തില്. അപ്പോ എന്താ പറയാ, നിങ്ങൾ അത് യൂണിവേഴ്സിനെ വിശ്വസിക്കാനാണ് പറയുന്നത്. യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പ്, ഹെൽത്തി ബൗണ്ടറീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തോളൂ. ഓക്കെ, ഡെഫിനറ്റ്ലി. പക്ഷെ അതിന് നിങ്ങൾ രണ്ടാമത് അവസരം വരുമ്പോൾ സെക്കൻഡ് ചാൻസ് നൽകുക. ഓക്കെ, നൽകുക. അതിലൂടെ അത് പക്ഷെ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, എന്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൗഹൃദമായിട്ട് മാറുന്നതിനും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടാകുന്നതിനും ഒരുപാട് സാധ്യതകൾ ഉള്ളതാണ്. അങ്ങനെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഈ മൂൺ കാർഡ് കുറെ നേരം ഒളിച്ചു കളിക്കുന്നു. അതായത് എപ്പോ ഈ ഡെക്ക് എടുക്കുമ്പോഴും ഇതിലിങ്ങനെ ചിലപ്പോൾ കാർഡിനെ കട്ട് ചെയ്തിരിക്കുന്നുണ്ടാവും. നോക്കുമ്പോൾ മൂൺ കാർഡാണ്. ഓക്കെ, മൂൺ കാർഡിന് എന്തോ പറയാനുണ്ട്. ക്ലാരിഫൈ ദ മൂൺ കാർഡ്. താങ്ക് യു. Clarify the Seven of Pentacles. Clarify the Five of Swords. ഓക്കെ, ഇത് നമുക്ക് കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹീലിങ്ങിനെ ബന്ധപ്പെട്ടിട്ടാണ് പറയണേ. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു വഞ്ചന, ഒരു ചതി, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഏത് മേഖലയിലാവട്ടെ, പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ കരിയർ ആയിരിക്കാം, അത് ലൈഫിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു അത്രയും നിങ്ങൾ അത്രമേൽ വിശ്വസിച്ച ആൾക്കാർ നിങ്ങൾ അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതിന് നിങ്ങൾ പരിശ്രമിക്കുന്ന ഒരു എനർജി എനിക്ക് കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഓർമ്മകളിൽ ജീവിക്കാതിരിക്കാനും അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കാതിരിക്കാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ആ മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾ അവിടെ സ്റ്റക്കാണ്. ഒരു സ്റ്റാഗ്നന്റ് എനർജി, അതായത് അവിടെ പ്രത്യേകിച്ച് വേറൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാസ്റ്റ് എനർജിയിൽ നിങ്ങൾ ഇങ്ങനെ കിടന്ന് കളിക്കുക. കാരണം അവിടുന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അവിടെ പുതിയ എനർജി എന്തെങ്കിലും വരണ്ടേ, അത് വരുന്നില്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതിനായിട്ട്. ആ ഒരു ഡിലേ അവിടെ ഉള്ളതായിട്ട് കാണുന്നു. മാത്രമല്ല അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചില ബിലീഫ്സ്, ഓക്കെ, ചില ഇൻസെക്യൂരിറ്റീസ്, ചില നെഗറ്റീവ് എനർജീസ് അതിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങളിലേക്ക് എന്താ പറയാ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം റിലീസ് ചെയ്യാനായിട്ടും അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനായിട്ടും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന വളരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അതാണ് മൂൺ കാർഡ്. അതായത് ഇറ്റ്സ് ഹിഡൻ. എങ്ങനെ നിങ്ങൾക്ക് ഈ അവസരം കിട്ടും, എങ്ങനെയാണ് ഇതായിരിക്കുക എന്നുള്ളതൊന്നും യൂണിവേഴ്സ് ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അവസരം നിങ്ങളിലേക്ക് വരും. ഓക്കെ, ഈ അവസരം വരുമ്പോൾ എന്താ വേണ്ടേ, ഈ പാസ്റ്റിനെ റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കുക. കാരണം അതിനാണ് ആ അവസരം വരുന്നത്, അതിന് ഉപയോഗിക്കുക. ഓക്കെ, ഇമോഷണലി ഈ ഒരു പാസ്റ്റിനോട് അറ്റാച്ച്ഡ് ആകാതിരിക്കാൻ ശ്രമിക്കുക. എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കാതിരിക്കാൻ പറയുന്നു. കാരണം അത് ശരിയാണ്, അത് അന്യായമാണ് സംഭവിച്ചത്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലാതെ നിങ്ങൾക്കൊരു അന്യായമാണ് സംഭവിച്ചിട്ടുള്ളത്. അതെല്ലാം യൂണിവേഴ്സ് അക്നോളജ് ചെയ്യുന്നു. പക്ഷെ അതോടുകൂടെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇനിയും നല്ല സമയങ്ങള്, നല്ല ഒരു എന്താ പറയണ്ടേ ഭാവി നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പൊ നിങ്ങൾക്കൊന്നും കാണാനില്ല എന്നുള്ളതിനർത്ഥം അത് സംഭവിക്കുകയേ ഇല്ല എന്നല്ല. ഓക്കെ, അപ്പൊ ആ ഒരു വിശ്വാസം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ആ ഒരു
ഗട്ട് ഫീലിംഗ് പറയുന്നതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുന്നു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് നിങ്ങൾ പറയുന്നുണ്ട് സംതിങ് ഗുഡ് അല്ലെ, നല്ലതെന്തോ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട്. അത് വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. ഈ ഒരു അവസരം, ഈ ഒരു പാസ്റ്റിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ഒരു അവസരം യൂണിവേഴ്സ് തന്നെ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പേഴ്സണൽ റീഡിംഗിൽ ഈ വർഷം മുതൽ പുതിയ 2 സർവീസസും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് ആരാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വളരെ വിശദമായിട്ടുള്ള റീഡിങ്സും, അതിനോടൊപ്പം തന്നെ കരിയറിൽ അടുത്തത് എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ ഗൈഡൻസും ആണ്. അപ്പൊ ഈ 2 വിഷയങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക, റീഡിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുക എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം തന്നെ നമ്മൾ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. വളരെ നല്ലൊരു ഫെബ്രുവരി മാസം ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തമ്മിലിത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം. ഈ ഫെബ്രുവരി മാസം 2026 ഫെബ്രുവരി മാസം മികച്ചതാക്കുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 2026 ഫെബ്രുവരി മാസം മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 3 എന്താണ് ചെയ്യേണ്ടത്? 2026 ഫെബ്രുവരി മാസം മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 3 എന്താണ് ചെയ്യേണ്ടത്? ഗ്രൂപ്പ് 3ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് ആദ്യം കിട്ടിയ കാർഡാണ് 8 of Cups. Clarify the 8 of Cups. Page of Cups. Clarify Page of Cups. Two of Pentacles. Clarify Two of Pentacles. 2 of Swords. Underlying energy 5 of Swords. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളോട് പറയുന്ന ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് സമാധാനത്തിന് പ്രാധാന്യം കൊടുത്ത് ആ മനസ്സിന്റെ സമാധാനത്തിന് തല്ലിക്കെടുത്തുന്ന ഏതൊരു എനർജിയിൽ നിന്നും മാറി നിൽക്കുക. ഏതൊരു എനർജിയും, അത് വ്യക്തികളായിരിക്കാം, സാഹചര്യമായിരിക്കാം, സന്ദർഭങ്ങളായിരിക്കാം, ഓർമ്മകളായിരിക്കാം, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിരിക്കാം, ചിന്തിക്കുന്ന രീതിയായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം കെടുത്തുന്നുണ്ടോ, നിങ്ങൾക്ക് ഒരു സ്ട്രെസ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞ് പോകണം. ഓക്കെ, അതില് ഒരു കോംപ്രമൈസ് ഇല്ല, അതിലൊരു കൺസെഷൻ ഇല്ല. ഇതേ ഉള്ളൂ പ്രതിവിധി. ഇത് ചെയ്തിരിക്കണം, ചെയ്യാതെ പറ്റില്ല. നിങ്ങളത് ചെയ്തു തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിലൂടെ ഈ ഒരു ജേർണിയിൽ യൂണിവേഴ്സ് എത്തിക്കുന്നതാണ്. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ നിങ്ങൾ ഇത്രയും നാളായിട്ട് പരിശ്രമിച്ചിട്ട് നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഒക്കെ കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുന്ന പക്ഷം, ഓക്കെ, നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക, അൺവാണ്ടഡ് എനർജീസ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമല്ലാത്ത എനർജീസ് എന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണോ നിങ്ങൾ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടാതെ നിൽക്കുന്നത്, അത് സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്നത്, അവിടെ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. മുന്നോട്ടേക്ക് പോകണ്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടുന്ന സഹായങ്ങളും എന്താ പറയണ്ട സപ്പോർട്ടും അതുപോലെ തന്നെ അഡ്വൈസസും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിലൂടെ ലഭിക്കുന്നതാണ്. ഓക്കെ, അത് വളരെ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ഒരു സ്റ്റക്ക് എനർജി മാറിയിട്ട് അവിടെ പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളോട് എന്താ പറയുക, ഇതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, വളരെയധികം നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസിനെ, ഈ അൺവാണ്ടഡ് എനർജീസിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സ്ട്രെസ്ഡ് ആകുന്നു മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്, നിങ്ങളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങൾ ചുറ്റുമുള്ളവരിലാണ് അത് പിന്നെ അവരുടെ അടുത്താണ് നിങ്ങളത് കാണിക്കാൻ തുടങ്ങുക. അത് പിന്നെ വീണ്ടും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക, ഉള്ള മനസ്സമാധാനം കൂടെ കളയാണ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേണ്ട എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനിക്കുക, ഓക്കെ, ഉറപ്പിക്കുക, അതായത് ഇത്തരം എനർജീസിൽ നിന്ന് വിട്ടൊഴിയും എന്നുള്ളത്, അത് ചെയ്യുകയും വേണം.
അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്റ്റാഗ്നൻസിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാനായിട്ട് പറ്റുള്ളൂ. Clarify the Queen of Wands, Ace of Wands, clarify the Ace of Wands, Six of Pentacles, clarify the Six of Pentacles, okay, Ten of Swords, underlying energy, Knight of Pentacles. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിനായിട്ട് നിങ്ങളിങ്ങനെ കുറെ നാളുകളായിട്ട് പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, വളരെയധികം നാളുകളായിട്ട്, കുറെ ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കമുണ്ട്, ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ്. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു മേഖലയിലെ കറണ്ട് സിറ്റുവേഷൻ അവസാനിപ്പിച്ച് പുതിയ അധ്യായത്തിലേക്ക് ഈ ഫെബ്രുവരി മാസം കടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതിനുള്ള ഒരു എന്താ പറയണ്ടേ, അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ഫെബ്രുവരി. പക്ഷെ നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കണം. നിങ്ങൾ ആ ക്യൂൺ ഓഫ് വാൻസ് എനർജിയിലായിരിക്കണം, പ്രോ ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ഒക്കെ എന്നിലേക്ക് വരട്ടെ എന്നിട്ട് ഞാൻ ആക്ഷൻ എടുക്കാം എന്ന് വിചാരിച്ചിരുന്നാൽ നടക്കില്ല. നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പ്രോ ആക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ദിവസം നിങ്ങൾ അതാണ് ചിന്തിക്കേണ്ടത്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്ക് ഇന്ന് എന്താണ് ചെയ്യാൻ പറ്റുക, അത് ചെയ്യുക. ഓക്കെ, ഒരു മടി കൂടാതെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ അത് ചെയ്യുക. ചിലപ്പോൾ ആരോടെങ്കിലും റീച്ച് ഔട്ട് ചെയ്യാനായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് അവരോട് സംസാരിക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം, ചെയ്യണം. ഓക്കെ, കാരണം ഈ ഒരു എനർജിയിലായിട്ട് നിങ്ങൾ പ്രോ ആക്റ്റീവ് ആയിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ആ ഒരു ന്യൂ സ്റ്റാർട്ട്, അതിന് വേണ്ടുന്ന അവസരം നിങ്ങളിലേക്ക് എത്തുക. ഓക്കെ, അതായത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഒരുപാട് ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു സമയം നൽകുന്ന അത്രയും നല്ല ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് നിങ്ങളുടെ ഈ ഒരു പ്രോ ആക്റ്റീവ് എനർജി സഹായിക്കും. ഓക്കെ, അത് വേണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒതുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ അത് നടക്കില്ല. ഓക്കെ, ഞാൻ ഇവിടെ ഇരുന്നതിൻ്റെ കാര്യം ചെയ്യും, വരാനുള്ളതൊക്കെ എന്നിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ ഒക്കെ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എടുക്കാം, ആദ്യം എന്നിലേക്ക് സപ്പോർട്ട് വരട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവട്ടെ എന്ന് വെച്ചിരുന്നാൽ നടക്കില്ല. ഇവിടെ നിങ്ങളാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് കടക്കുന്നതോടുകൂടെ ആ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് അവസാനിക്കുകയാണ്. മനസ്സിലായോ? പക്ഷെ അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ തന്നെയാണ്, നിങ്ങളുടെ ഫസ്റ്റ് ആക്ഷൻ ആണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ ദിവസം എണീക്കുമ്പോൾ എൻ്റെ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതനുസരിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, clarify the Knight of Swords, clarify the Knight of Swords, Ten of Wands, clarify, Eight of Wands, thank you, clarify. നിങ്ങൾക്ക് ഫയർ സൈൻ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യത, ഫയർ സൈൻ ആയിരിക്കും നിങ്ങൾക്ക് സ്ട്രോങ്. ഓക്കെ, ഫയർ സൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ എയർ സൈൻ ആയിരിക്കാം. അപ്പോൾ ഫയർ പ്ലേസ്മെന്റ്, എയർ പ്ലേസ്മെന്റ് ഒക്കെ ഉള്ള ഒരാളായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഫോർ സം ഫയർ, എയർ, പെൻറ്റക്കിൾസും, കുറച്ച് പേർക്ക് ഫയർ, എയർ, വാട്ടറുമാണ്. ഒരു അങ്ങനെയാണ് കാണുന്നത്. ഫയർ പ്ലേസ്മെന്റ് ഡെഫിനറ്റ്ലി ഉണ്ട്, എയർ പ്ലേസ്മെന്റും ഉണ്ട്. അതാണ് സാധ്യത. വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു പ്രസൻസ് ഇവിടെ കാണാനുണ്ട്. നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, വളരെ ക്ഷീണം തോന്നുന്നുണ്ട് എനിക്ക്. ഈ ഒരു പൈല തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഞാൻ വളരെയധികം ടയേർഡായി പോണു. നിങ്ങൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താട്ടോ. നിങ്ങൾക്ക് ശരിയാണ്, ലക്ഷ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് പരിശ്രമിക്കണം, അതും വേണം. പക്ഷേ ആളും ആരോഗ്യത്തോടെ തന്നെ വേണം. അപ്പോഴാണ് നമ്മൾ പരിശ്രമിക്കുന്നതിൻ്റെ ഫലം അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാവുള്ളൂ. അതെപ്പോഴും ഓർക്കുക. ഓക്കെ, അത് ഓർത്തുകൊണ്ട് ആ ഒരു റെസ്റ്റും ഒക്കെ എടുക്കുന്നത് ഉറപ്പുവരുത്തുക. നന്നായി ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, നല്ലോണം വെള്ളം കുടിക്കുക, അതൊക്കെ ചെയ്യണം. ഇനി മെസ്സേജിലേക്ക് വരാം. നിങ്ങളോട് എന്താ പറയുന്നത് വെച്ചാൽ, വളരെ പെട്ടെന്നുള്ള ഒരു ഷിഫ്റ്റ്. ഓക്കെ,
വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ഭാരമായി തോന്നുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിലാണ് ആ ഭാരമായി തോന്നുന്നത് മാറി നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങാം. ഇപ്പൊ ഭാരമായിട്ട് തോന്നുന്നു, പക്ഷെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ആ ഭാരമായി തോന്നുന്നത് മാറുകയാണ്, ഭാരം ഇല്ലാണ്ടാവുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുക, പുരോഗതി ഉണ്ടാവുക. ഈ രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കാം സ്പെസിഫിക്കലി സംഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിലായിരിക്കും ഈ ഒരു ട്രാൻസ്ഫോർമേഷനും പിന്നെ ആ ട്രാൻസ്ഫോർമേഷന് ശേഷമുള്ള പ്രോഗ്രസ്സും. ഓക്കെ, നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുക. അതിന് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഒരു തരത്തിലും നിങ്ങൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് പാടില്ല. ഓക്കെ, നിങ്ങൾ എത്രത്തോളം അതിനെ എന്താ പറയാ നിറഞ്ഞ മനസ്സോടെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു, അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷനും പ്രോഗ്രസ്സും ഒക്കെ വളരെയധികം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ വളരെ ധൈര്യത്തോടെ ആയിരിക്കാനും പറയുന്നുണ്ട്. എന്താ പറയുക, ഈ ഒരു പെട്ടെന്നുള്ള മാറ്റത്തിനോട് ഒപ്പം നിങ്ങൾക്ക് ചലിക്കാൻ പറ്റണം. ഓക്കെ, ഇങ്ങനെ ഓവർവെൽംഡ് ആയിട്ട് നിന്ന് പോവരുത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആക്റ്റീവ്ലി നിൽക്കാൻ പറ്റണം. നിങ്ങൾ വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ഓരോ സമയത്ത് എടുക്കേണ്ട ആക്ഷൻസ് കൃത്യമായി നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം. അതൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം, ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അത്യാവശ്യമാണ്. കാരണം അത്രമേൽ ബേർഡൻ ആയിട്ടുള്ള, നിങ്ങൾക്കൊരു ബേർഡൻ ആയിട്ടുള്ള കാര്യമാണ്. അത് അവസാനിച്ച് പോകേണ്ടത് നിർബന്ധമാണ്. അത് അവസാനിച്ച് പോകുന്നു. മാത്രമല്ല ആ ഒരു മേഖലയിൽ നിങ്ങൾ അർഹിക്കുന്ന, ഇത്രയും നാളും നിങ്ങൾ കുറെ ഭാരം ചുമന്നതിനും നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തിയതിനും അതൊക്കെ വളരെ കൃത്യമായി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അതൊരു ഭാരമായിക്കൊണ്ട് വരികയാണ്. അപ്പൊ അത് എന്താ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ സൂചനയാണ് നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്കതൊരു ഭാരമായി തോന്നുന്നത്. അവിടെ നിന്ന് നെക്സ്റ്റ് എന്താ പറയണ്ടേ, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഭാരമായിട്ട് തോന്നുന്നതെന്ന് മനസ്സിലാക്കുക. എന്തായാലും അത് അവസാനിച്ച് നിങ്ങൾക്ക് വളരെ ഫേവറബിൾ ആയിട്ട് വളരെയധികം ഒരു സ്പീഡിൽ, നല്ല വേഗത്തിൽ തന്നെ പ്രോഗ്രസ്സും ഈ ഒരു ഏരിയയിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിട്ടിരിക്കുക. അവിടെ നിങ്ങൾ ഒരു തരത്തിൽ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കരുത്, ഓവർ തിങ്ക് ചെയ്യരുത്. ഇതെന്താ അങ്ങനെ സംഭവിച്ചത്, എന്താ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായി, ഇതെന്താ അങ്ങനെ പെട്ടെന്ന് അയ്യോ നല്ല നല്ല കാര്യങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നും നടക്കണ്ടല്ലോ, ഇനി എന്തെങ്കിലും വിഷമം വരുമോ അതിൻ്റെ പിന്നാലെ, ഇങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. ഓക്കെ, എല്ലാം നന്നായി നടക്കുന്നു, എൻ്റെ നല്ലതിനാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് മാത്രം ചിന്തിക്കുക. നല്ല കാര്യങ്ങൾക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ ഈ 3 നിർദ്ദേശങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് ഈ വർഷത്തെ മികച്ച മാസമാക്കാൻ സാധിക്കുന്നതാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിൽ ഈ വർഷം മുതൽ പുതിയ 2 സർവീസസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ആരാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന വിഷയത്തിൽ ഒരു വിശദമായ റീഡിങ്ങും, രണ്ടാമത്തേത് കരിയറിൽ അടുത്തത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ വിഷയത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകുക എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെ അതൊന്ന് റെഫർ ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വളരെ മികച്ച ഒരു ഫെബ്രുവരി 2026 ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.